ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞ വീഡിയോ അസൂയ എങ്ങനെ കീഴടക്കാം എന്നുള്ളതായിരുന്നു. എന്തായാലും നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും പല സാഹചര്യങ്ങളിലൂടെയും പല മാനസിക അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നവരാണ്. ചിലർക്ക് വളരെ സന്തോഷകരമായി ഓരോ നിമിഷവും ചിലവഴിക്കാൻ കഴിവുള്ളവരായിരിക്കാം. ചിലർക്ക് പരാതികളുമായി മുന്നോട്ട് പോകുന്നവരായിരിക്കാം. എന്തായാലും ഏത് അവസ്ഥയിലൂടെ പോയാലും അതിനെ എങ്ങനെ നല്ല സന്തോഷത്തോടെ നീക്കാം എന്ന് പോസിറ്റീവായി ചിന്തിച്ചും കൊണ്ട് മുന്നേറുകയാണ് വേണ്ടത്. എന്തായാലും കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ ബാക്കിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മളോടും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് വഴികൾ പറഞ്ഞു തരാം, ശ്രമിച്ചു നോക്കൂ. അവരെ അങ്ങേയറ്റം പുകഴ്ത്തുക. നിങ്ങളുടെ കനിവ് നിറഞ്ഞ പ്രവൃത്തികളിലൂടെ അവർ നിങ്ങളുടേതാണെന്ന ബോധം അവരിൽ ഉണ്ടാക്കുക. അവരുടെ ചിന്തകൾ, വികാരങ്ങൾ എല്ലാം താൽക്കാലികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ അസൂയയെ അംഗീകരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഏതെങ്കിലും ഒരു തോന്നലിനെ യാഥാർത്ഥ്യമായി അംഗീകരിച്ചാൽ അത് നമ്മുടെ അജ്ഞതയെ വളർത്തുകയേ ഉള്ളൂ. നമ്മുടെ അറിവിൽ വിശ്വസിക്കുക. എല്ലാ തോന്നലുകളും വികാരങ്ങളും മാറിമറയുന്ന മേഘങ്ങളാണ് എന്ന് തിരിച്ചറിയുക. അവരുടെ മുൻപിൽ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവർ പാവകളാണ് എന്ന് മനസ്സിലാക്കുക. കുറച്ചു കാലം കേടുവരാതെയിരിക്കുന്ന വെറും പാവകൾ. അവരുടെ അസൂയയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ഇരിക്കുക. സ്വന്തം ഉയർച്ചയിലും വളർച്ചയിലും ശ്രദ്ധ കൊടുക്കുക. പരിപൂർണമായി അവരെ അവഗണിക്കുക. ചെറുപുഞ്ചിരിയോടെ നേരിടുക. അസൂയയ്ക്ക് മരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് സൈലൻ്റായിരുന്ന് സ്വന്തം കാര്യങ്ങളിലും കുടുംബത്തിനും വേണ്ടി പ്രവർത്തിച്ച് വിജയിച്ച് മുന്നേറുക. ഓർക്കുക, നമ്മൾക്ക് നിയന്ത്രിതമായത് നമ്മൾ മാത്രമായിരിക്കും. നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, അതിനെ മാത്രമേ നമ്മൾക്ക് നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ളൂ. അതുകൊണ്ട് സ്വയം നന്നാവുക, സ്വയം ശ്രദ്ധിക്കുക, സ്വന്തം ശരീരത്തിനും മനസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുക, വേണ്ടതായ പ്രവൃത്തികൾ ചെയ്യുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.